നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധനാമൂർത്തിയുടെ കഥയാണ്. ഹേ, അതാരുടെ കഥയാ? അതോ മനോജപം മാരുതതുല്യവേഗം ജിതീന്ദ്രിയം ബുദ്ധിമതാമരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. അതെ, വീരഹനുമാൻ സ്വാമിയുടെ ചരിതമാണ് ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നിത്യബ്രഹ്മചാരിയും 7 ചിരഞ്ജീവികളിൽ ഒരാളും ശിവസംഭവനുമായ ഹനുമാൻ വായുദേവന്റെ മാനസപുത്രനാണ്. ശ്രീരാമഭക്തിയുടെ മൂർത്തീരൂപമായ ഹനുമാൻ ശക്തിമാനും വേദാന്തിയുമാണ്. അങ്ങനെയുള്ള ആ ഹനുമാന്റെ ജനനത്തെക്കുറിച്ചുള്ള കഥ വളരെ രസാവഹമായ ഒന്നാണ്. ആ കഥയാണ് ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരിക്കൽ പാർവതീ പരമേശ്വരന്മാർ വാനര രൂപികളായി ഒരു വനത്തിലെത്തി. അവർ അവിടെയുള്ള വൃക്ഷക്കൊമ്പുകളിൽ അങ്ങനെ ചാടി കളിച്ചു നടക്കുന്നതിനിടയിൽ പാർവതീദേവി അങ്ങയുടെ ഗർഭം ധരിക്കും. തനിക്ക് ഒരു കുരങ്ങിന്റെ അമ്മയാകേണ്ടി വരുമല്ലോ എന്നോർത്ത് പാർവതീദേവി അങ്ങോട്ട് ദുഃഖിച്ചു. ഉടനെ ഈ വിവരം തന്റെ പതിയായ ശ്രീപരമേശ്വരനെ അങ്ങോട്ട് അറിയിക്കുകയും ചെയ്തു. ഉടനെ ശിവഭഗവാൻ തന്റെ ആ യോഗശക്തി കൊണ്ട് പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ അങ്ങോട്ട് ആവാഹിച്ചെടുത്ത് വായുദേവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ വായുദേവന്റെ സംരക്ഷണയിൽ പൂർണ്ണമായ ആ ഗർഭത്തെ വായു ഭഗവാൻ കുഞ്ചരൻ എന്ന മഹാവാനരന്റെ മകളായ അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ അങ്ങോട്ട് നിക്ഷേപിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദാസിയായിരുന്ന പുഞ്ചികസ്ഥല എന്ന സ്ത്രീയാണ് ഈ ജന്മം അഞ്ജനയായിട്ട് ജനിച്ചത്. അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. പുഞ്ചികസ്ഥല ഒരിക്കൽ പൂക്കൾ പറിക്കാൻ പൂങ്കാവനത്തിലെത്തിയപ്പോ അവിടെ ഒരു കൂട്ടം ഗന്ധർവന്മാർ അപ്സരകളുമൊത്ത് പ്രണയസല്ലാപം പങ്കിടുന്നത് അവൾ കണ്ടു. അത് അവളിൽ വല്ലാത്തൊരു കോലിത്തരിപ്പുണ്ടാക്കി. ഉടനെ പുഞ്ചികസ്ഥല പൂക്കൾ പറിക്കാതെ തിരിച്ച് അവളുടെ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. ആ സമയത്ത് അവിടെ ദേവഗുരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാമപരവശയായി തീർന്ന അവൾ ഗുരുവിനോട് അങ്ങട് പ്രണയാഭ്യർത്ഥന നടത്തി. അത് കേട്ട് കുപിതനായ ബൃഹസ്പതി അവളെ ശപിച്ച് ഒരു വാനര നാരിയാക്കി. അതിൽ മനം നൊന്ത് ശാപമോക്ഷത്തിന് യാചിച്ച പുഞ്ചികസ്ഥലയോട് ദേവഗുരു പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട വീരനുമൊത്ത് ഏറെക്കാലം നീ കാമകേളിയാടി നടക്കാൻ ഇടയാകും. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ശിവചൈതന്യത്താൽ നിനക്കൊരു വാനരപുത്രൻ ജനിക്കും. അതോടെ നിനക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യും. ആ പഴയ രൂപം നിനക്ക് വീണ്ടും തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെ വീണ്ടും ആ പഴയ രൂപം കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് തിരികെ ഇങ്ങോട്ട് മടങ്ങി വരാം എന്ന് ബൃഹസ്പതി പറഞ്ഞു. ഉടനെ ശാപം ഭരിച്ചു. അതിന്റെ ഫലമായി പുഞ്ചികസ്ഥല എന്ന ദാസി ഉടനടി മരിച്ചു വീണ അഞ്ജന എന്ന പേരിൽ ഒരു വാനര സ്ത്രീയായി അങ്ങനെ വനത്തിൽ ജനിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവളിൽ ആകൃഷ്ടനായ കേസരി അഞ്ജനയെ അങ്ങോട്ട് വിവാഹം കഴിച്ചു. പൂർവജന്മം അറിയാമായിരുന്ന അഞ്ജന ശാപമോക്ഷത്തിനായി അങ്ങനെ പാർവതീ പരമേശ്വരന്മാരെ തപസ് ചെയ്തു. ആ ഘട്ടത്തിലാണ് വായു ഭഗവാൻ പാർവതിയിൽ നിന്നുള്ള ആ ശിവചൈതന്യം അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചത്. വാനരന്മാർ ശക്തി പ്രാപിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. അന്ന് കിഷ്കിന്ധ ഭരിച്ചിരുന്നത് ഇന്ദ്രപുത്രനായ അതിശക്തനായ ബാലിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ബാലി നമ്മുടെ നാരദൻ മുഖാന്തിരം അഞ്ജന ശിവചൈതന്യത്താലുള്ള ഒരു ശിശുവിനെ താമസിയാതെ ജന്മം നൽകുമെന്നും അവൻ
സകലരിലും ബലവാനായി തീരുമെന്നും നാരദനിൽ നിന്നറിഞ്ഞ ബാലിക്ക് ഇരിക്കപ്പുറുതിയില്ലാതായി. സാക്ഷാൽ ശിവന്റെ ബീജത്തിൽ നിന്നും ഒരു പുത്രൻ ജനിച്ചാൽ തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന ബാലി പഞ്ചലോഹങ്ങൾ ഉരുക്കി അഞ്ജന പോലും അറിയാതെ അവളുടെ ഗർഭപാത്രത്തിൽ ഒഴിച്ചു. പക്ഷേ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ബാലിയുടെ ആ ശ്രമം അങ്ങടെ വിഫലായതേ ഉള്ളൂ. സംഹാരമൂർത്തിയുടെ തേജസ്സാർന്ന ആ ഗർഭസ്ഥ ശിശുവിന് പഞ്ചലോഹം ഒരു കർണാഭരണമായി തീർന്നു. അതുകൊണ്ട് ഹനുമാൻ ജനിച്ചത് തന്നെ കർണാഭരണങ്ങളോടുകൂടിയായിരുന്നു. ഹനുമാൻ ജനിച്ചത് മഹാമേരുവിന് തെക്കുള്ള കനകം എന്ന വനത്തിലാണ്. പ്രസവം കഴിഞ്ഞപ്പോ ശാപമോക്ഷം ലഭിച്ച നമ്മുടെ അഞ്ജന വാനര രൂപം വെടിഞ്ഞ് വീണ്ടും അവൾ പുഞ്ചികസ്ഥലയായി. ആ സമയത്ത് തന്റെ ഉണ്ണിയെ പിരിയേണ്ടി വരുമല്ലോ എന്നോർത്ത് അവൾ കണ്ണീര് ചൊരിഞ്ഞപ്പോ ആ ദിവ്യത്വമുള്ള ശിശു ചോദിച്ചു, അമ്മേ, അവിടുന്ന് എന്നെ ഉപേക്ഷിച്ച് പോയാ പിന്നെ ഞാൻ എങ്ങനെയാ ജീവിക്കുക? എന്റെ ജീവൻ നിലനിർത്തുന്നതിനുള്ള ഭക്ഷണം എനിക്ക് എവിടുന്നാണ് കിട്ടുക എന്ന് ചോദിച്ചു. അത് കേട്ട് അഞ്ജന തന്റെ കുഞ്ഞിനോട് പറഞ്ഞു, ഉണ്ണി, കാട്ടിലെ കായ്കളും പഴങ്ങളും നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായി തീരും. നിനക്ക് വിശപ്പ് തോന്നുമ്പോ അതൊക്കെ പറിച്ച് ഭക്ഷിച്ചോളുക. ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ച ശേഷം പുഞ്ചികസ്ഥല വീണ്ടും സ്വർഗലോകത്തിലേക്ക് പോകുന്ന ആ കാഴ്ച ഉണ്ണി കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആ സമയത്ത് കിഴക്ക് നിന്നും ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ട് കുഞ്ഞ് അത് നന്നായി പഴുത്ത പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് അത് പറിച്ച് തിന്നുന്നതിനായി മേലോട്ട് കുതിച്ചു ചാടി. അങ്ങനെ സൂര്യമണ്ഡലത്തിലെത്തിയ ശിശുവിന് അനേകം പഴങ്ങൾ കാണാനിടയായി. ഏതിനെ തിന്നണം എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോ ദേവേന്ദ്രൻ ഐരാവതത്തിലേറി സ്വർഗത്തിൽ വന്നെത്തി. പക്ഷേ നമ്മുടെ ആ കുഞ്ഞു വാനരനെ ദേവേന്ദ്രൻ അപ്പ കണ്ടില്ല. എന്നാൽ ഐരാവതത്തെ നമ്മുടെ കുഞ്ഞുവാനരൻ കണ്ടു. അത് കണ്ടപ്പോ നമ്മുടെ അഞ്ജനാപുത്രന്റെ കണ്ണുകൾ ഐരാവതത്തിന്റെ നേർക്ക് തിരിഞ്ഞു. മഞ്ഞ നിറമാർന്ന ഐരാവതത്തെ കണ്ട് അത് മറ്റൊരു പഴമാണെന്ന് തെറ്റിദ്ധരിച്ച ആ കുഞ്ഞു വാനരൻ ഐരാവതത്തെ പിടിക്കാനായി അങ്ങോട്ട് പാഞ്ഞു. അത് കണ്ട് ആരോ സ്വർഗത്തെ ആക്രമിക്കാൻ വരുന്നെന്ന് തെറ്റിദ്ധരിച്ച ദേവേന്ദ്രൻ തന്റെ വജ്രായുധം അങ്ങട് പ്രയോഗിച്ചു. പക്ഷേ നമ്മുടെ വാനരക്കുഞ്ഞ് അതിവേഗം ചലിച്ചിരുന്നതിനാൽ ആ വജ്രായുധത്തിന് ശിശുവിനെ കൊല്ലാനായില്ല. ആയുധം ശിശുവിന്റെ താടിയിൽ തട്ടി. അങ്ങനെ ശിശു താഴെ വീണു. ആയുധം ഹനുവിൽ തട്ടിയത് കൊണ്ട് അവൻ അന്നു മുതൽ ഹനുമാൻ എന്നറിയപ്പെട്ടു. അങ്ങനെ ആ ശിവസംഭവൻ ചെന്നു വീണത് സാക്ഷാൽ വായു ഭഗവാന്റെ മടിയിലായിരുന്നു. താടിയിൽ മുറിവേറ്റ് ബോധശൂന്യനായി കിടക്കുന്ന ആ ശിശുവിനെ നമ്മുടെ വായുദേവൻ ഉടനടി തിരിച്ചറിഞ്ഞു. ജ്ഞാനദൃഷ്ടിയിൽ കാര്യം മനസ്സിലാക്കിയ വായുദേവൻ എന്നാ നമ്മുടെ ദേവേന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അങ്ങോട്ട് നിശ്ചയിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഉടനടി പാതാളത്തിൽ പോയി വായുദേവൻ അങ്ങോട്ട് ഒളിച്ചു. വായുവിന്റെ വേർപാടിൽ സർവചരാചരങ്ങളും അങ്ങോട്ട് നിശ്ചലായി. ഒടുക്കം ജീവജാലങ്ങൾ നശിച്ചു തുടങ്ങി. അത് കണ്ട് ഭയന്ന ദേവന്മാർ വായുദേവനെ അന്വേഷിച്ച് ലോകം മുഴുവൻ അലഞ്ഞു. എന്ന് മാത്രല്ല 8 ദിക്കിലും തിരിഞ്ഞു. ഭൂമിയിലും സ്വർഗത്തിലും കണ്ടവരാരുമില്ല. ഒടുവിൽ പാതാളം മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. എന്തായാലും അവിടെ കൂടി ഒന്ന് അന്വേഷിച്ചു കളയാം എന്ന് കരുതി ദേവന്മാർ അങ്ങോട്ട് ചെന്ന് ഒടുക്കം അവിടെ വച്ച് വായുദേവനെ കണ്ടുപിടിച്ചു. ദേവേന്ദ്രന്റെ അന്യായത്തിൽ ക്ഷോഭിച്ചാണ് വായുദേവൻ മറഞ്ഞതെന്നറിഞ്ഞ് ദേവന്മാർ ആ വിവരം ഉടനെ ഇന്ദ്രനെ അങ്ങോട്ട് അറിയിച്ചു. അപ്പോഴാണ് ഇന്ദ്രന് കാര്യമൊക്കെ മനസ്സിലായത്. തന്റെ വാഹനത്തെ പിടിക്കാൻ വന്ന വാനര ശിശു എന്തായാലും
നിസ്സാരനല്ല, അവൻ സാക്ഷാൽ ശിവന്റെ ചൈതന്യമാണ് എന്ന് ദേവേന്ദ്രന് മനസ്സിലായി. ആ നിമിഷം തന്നെ ഉടൻ ദേവേന്ദ്രൻ പാതാളത്തിലെത്തി. എന്നിട്ട് നമ്മുടെ വായുദേവനോട് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അങ്ങട് മാപ്പ് അപേക്ഷിച്ചു. പ്രപഞ്ചത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളണമെന്ന് വായുദേവനോട് അങ്ങട് അപേക്ഷിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരും ദേവേന്ദ്രന്റെ അപരാധം ക്ഷമിച്ച് മാപ്പ് നൽകണമെന്ന് വായുവിനോട് അപേക്ഷിച്ചു. ഒടുവിൽ വായുദേവൻ ഹനുമാനെയും കൊണ്ട് പുറത്തു വന്നു. ആ സമയത്ത് ബ്രഹ്മാവ് ഹനുമാനെ അങ്ങട് ആശീർവദിച്ചിട്ട് പറഞ്ഞു, ബ്രഹ്മമുള്ള അത്രയും കാലം നീ ആയുഷ്മാനായി വാഴും. ഗരുഡനിൽ കവിഞ്ഞ കായബലം നിനക്ക് സ്വന്തമാവും എന്ന് പറഞ്ഞു. ഉടനെ ആയുഷ്കാലം മുഴുവൻ എന്നിൽ ഭക്തി ചൊരിഞ്ഞ് നീ കഴിയണം എന്ന് മഹാവിഷ്ണുവും അങ്ങട് വരം നൽകി. വിശ്വം ജയിക്കുന്ന വീരപരാക്രമനായി നീ വാഴട്ടെ എന്ന് ശ്രീപരമേശ്വരനും അങ്ങട് അനുഗ്രഹിച്ചു. എല്ലാവരും ഇങ്ങനെ ഹനുമാനെ ആശീർവദിച്ചപ്പോ ഒരായുധവും അസ്ത്രങ്ങളും നിന്റെ ശരീരത്തിൽ ഏൽക്കാതെ പോകട്ടെ എന്ന് ഇന്ദ്രനും ഹനുമാന് ഒരു വരം നൽകി. തുടർന്ന് അഗ്നി ഒരിക്കലും ബാധിക്കാതിരിക്കട്ടെ എന്ന് അഗ്നിദേവനും മൃത്യുവിന് ഒരിക്കലും അടിമപ്പെടുകയില്ലെന്ന് ധർമ്മദേവനും ബലത്തിലും വേഗത്തിലും ഹനുമാനെ ജയിക്കാൻ ആരും ഉണ്ടാകുകയില്ലെന്ന് ദേവഗണങ്ങളും അങ്ങട് അനുഗ്രഹിച്ചു. ഒടുവിൽ വളരെയധികം സന്തുഷ്ടനായ വായുഭഗവാൻ നീ വിചാരിക്കുന്ന വേഗതയിൽ സഞ്ചരിക്കാനാവട്ടെ എന്ന് പറഞ്ഞ ശേഷം തൻ്റെ മാനസപുത്രനായ കേസരിയെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നും വായുദേവൻ അങ്ങോട്ട് മറഞ്ഞു. വൈകാതെ ഹനുമാന് കൗമാരം വന്നു. എല്ലാ വേദങ്ങളും പഠിക്കാൻ ആഗ്രഹിച്ച ഹനുമാൻ അത് പഠിക്കുന്നതിനായി സൂര്യഭഗവാനെ സമീപിച്ച് തൻ്റെ ആ ആഗ്രഹം അങ്ങോട്ട് ഉണർത്തിച്ചു. എന്നാൽ മാരുതിയെ തന്റെ ശിഷ്യനാക്കുന്നതിൽ സൂര്യന് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തന്റെ തേരിൽ ബാലഖിന്യന്മാർക്കൊപ്പം ഇരുന്ന് പഠിക്കാൻ അനുവദിക്കില്ലെന്ന് സൂര്യഭഗവാൻ ഹനുമാനോട് പറഞ്ഞു. ഹേ, ആരായി ബാലഖിന്യന്മാർ? അതോ അതിന്റെ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ അങ്ങോട്ട് വിസ്തരിക്കാം. ഹനുമാൻ ചരിതത്തിന്റെ ഈ ആദ്യ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.